പോരു തുടങ്ങി. സർവനാശത്തിലേ ഇത് അവസാനിക്കൂ. ഇരുപക്ഷത്തിനും അവരുടെ ആൾ എന്ന തോന്നലുണ്ടാക്കിയാവും എന്റെ നില. തമ്മിത്തല്ലി ചാവട്ടെ നാടുവാഴി തമ്പ്രാക്കളുടെ വർഗം. അത് കുട്ടിക്കൃഷ്ണൻ എന്ന വ്യക്തിയുടെ ആഗ്രഹം, നെടുനാളത്തെ സ്വപ്നം. ഹലോ. കുട്ടിക്കൃഷ്ണൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ആവശ്യം പെരുമാൾപുരം എന്ന രാഷ്ട്രീയ മണ്ഡലം തകരണം. അതിനാ റിസോർട്ട് വരേണ്ടത് ആവശ്യമാണ്. പണിമുടക്കവും സമരവും പഠിപ്പിക്കാം അത്തരം പാഠങ്ങൾ. ഫോൺ സാറിനാ വീട്ടിൽ നിന്ന്. നല്ല വാർത്തയാ, സാറിന്റെ അച്ഛൻ തിരിച്ചു വന്നിരിക്കുന്നു. അമ്പലനടകളും അന്നദാനപ്പുരകളും കയറിയിറങ്ങി ഭിക്ഷ വാങ്ങിത്തിന്ന് ജീവിച്ചു. ഇപ്പൊ രോഗങ്ങളാ, എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാത്ത. വഴിയിൽ വീണ് ചാവണേന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ പോണെന്നാണ് പറയുന്നതെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മയുടെ ശവം കെട്ടിപ്പിടിച്ച് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോ നിങ്ങൾ കയറി വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരാശ്രയത്തിന്. ഞാൻ പറഞ്ഞില്ലേ മോനെ, ഞാൻ നാട് വിട്ടു പോയില്ലെങ്കിൽ നിന്നെയും അമ്മേനെയും തീയിട്ട് ചുടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പറഞ്ഞത് ചെയ്യുന്നവരാ. ഇനി തമ്പുരാക്കന്മാരെ ഭയക്കാതെ ജീവിക്കാം. ഞാൻ നോക്കിക്കൊള്ളാം, കുറവൊന്നുമില്ലാണ്ടേ. പക്ഷെ ഒന്ന് ചെയ്യണം. നാളെ രാവിലെ ദേവർ മഠത്തിലേക്ക് പോകണം. എന്നോട് പറഞ്ഞതെല്ലാം നാരായണനോടും പറയണം. വർഷം ഇത്രയും കഴിഞ്ഞിട്ട് ഇനി വേണോ? അത് വേണം. പറയുന്നത് ഞാനാ, അനുസരിക്കുക. ഉണ്ണി, ഇവിടെ പഴയ വേലപ്പം പൂശാരി കാണാൻ വന്നിട്ടുണ്ട്. വർഷം കുറെ ആയല്ലോ വേലപ്പാ, എവിടെയായിരുന്നു താൻ? മാപ്പ് കിട്ടില്ല എനിക്ക്. ചെയ്തു കൂട്ടിയ തെറ്റുകളൊന്നും ആർക്കും പൊറുക്കാനാവാത്ത. നേരിൽ ഇങ്ങനെ വന്ന് നിൽക്കാനും പറയാനുള്ളത് പറയാനും ധൈര്യം ഉണ്ടായിട്ട് വന്നതല്ല. പക്ഷെ ചത്തുപോകുന്നതിന് മുമ്പ് ഉണ്ണിയെ അറിയിക്കണം. എന്റെ കുട്ടികൃഷ്ണൻ അങ്ങനെ പറഞ്ഞു. പഴങ്കഥകളായി ഞാൻ മറന്നുപോയിരിക്കുന്നു പൂശാരി പലതും. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു തീർത്തു. തേച്ചാലും മാച്ചാലും മായാത്ത പാപത്തിന്റെ വിലാസം അതൊരിക്കലും മായില്ല. അമ്മയുടെ മംഗല്യസൂത്രം പൊട്ടിച്ചവൻ, അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചവൻ, അച്ഛനെ കൊന്നവൻ. ഇല്ല, ഉണ്ണി അത് ചെയ്തിട്ടില്ല. എല്ലാറ്റിനും സാക്ഷി ഈ വേലപ്പന. കുഞ്ഞമ്പോ, നാരായണൻ ആ ചെക്കൻ ചതിച്ചു. ഇരുമ്പുകൊണ്ട് കുത്തി ഒന്ന് ആശുപത്രിയിൽ എത്തിക്ക് വേഗം. ചോര ഇശി പോയിട്ടുണ്ട്. നീ എന്താ ചിരിച്ചു പോയി ഏട്ടെ. ഇന്ന് കാലത്ത് നമ്മൾ തമ്മിൽ കണ്ടുപിരിഞ്ഞതാ. അത്യാവശ്യ പ്രശ്നം വന്നുകൊണ്ടാ 1 ലക്ഷം രൂപ കടം ചോദിച്ചേ. പണം തന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഇങ്ങനൊരു അനിയില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ട് എന്തായി? ഒരാപത്ത് പതപ്പോ മുന്നിൽ കുഞ്ഞമ്പൂ അല്ലേ ഉള്ളൂ. നീ പുരാണം പ്രസംഗിക്കാതെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോവാ കുഞ്ഞമ്പൂ. കൊണ്ടുപോവാ. നോക്കട്ടെ. ഇതാണോ മുറിവ്? ഇതെന്ത് മുറിവ്? അല്ലപ്പാ, നാരായണന്റെ കുഞ്ഞിക്കേക്ക് ഒരു പോർലേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. ജീവൻ പോണെങ്കിൽ ഇതാ ഇങ്ങനെ കുത്തണം. ഇത് ഞാൻ ആ ചെക്കന്റെ തലയിൽ വെക്കും. തന്തയെ കൊന്ന മോൻ, ആ പേര് അവരിരിക്കട്ടെ. കുഞ്ഞമ്പൂ നായരെ, നീയോ? എന്താ
പോയ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നെ കാണിക്കാതെ നിങ്ങൾ ചീന്തിക്കളഞ്ഞ ഒരു ഏട് ഇന്നെനിക്ക് വേലപ്പൻ പൂശാരി തിരിച്ചു തന്നു. അച്ഛനെ കൊന്ന മകൻ. അതെ, അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു ഞാൻ. പക്ഷെ ആ കർമ്മത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് ഇന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ തീർത്ത മുറിവിലൂടെ പ്രാണൻ തുരന്നെടുത്ത എന്റെ കൂട്ടുപ്രതി ശിക്ഷ അനുഭവിച്ചത് ഞാൻ തനിച്ചാണ്. കുട്ടികൾക്കുള്ള ജയിലിലെ തണുത്ത തറയിൽ കിടന്നപ്പോഴല്ല, പലരും പലവട്ടം മുഖത്ത് നോക്കി തന്തക്കാലെന്ന് വിളിച്ചപ്പോഴല്ല, അമ്മ, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച എന്റെ പാവ അമ്മ, അവരെന്നെ ശപിച്ചപ്പോ അതെന്റെ നെഞ്ചു മുറിച്ചു. ആ ഉണങ്ങാത്ത മുറിവിൽ ആണയിട്ട് ഞാൻ പറയാണ്, കുഞ്ഞപ്പോ നായരെ, നിങ്ങൾക്കുള്ള വീതം കിട്ടണം. അത് ഞാൻ തരും. അതിനാണ് മരണം നിങ്ങളെ കണ്ട് വഴിമാറി നടന്നത് ഇത്രയും കാലം. ഒരുങ്ങിയിരുന്നോ? നാളിതുവരെ നിങ്ങളെ തുണച്ച ശക്തികളെ ഇനി ശരണം വിളിച്ചിട്ട് ഫലമില്ല. നീചഗ്രഹങ്ങൾ കളം മാറി നിന്ന് ദുരിതഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സമ്മാനിക്കാൻ പോവുകയാണ്. അതെ കുഞ്ഞപ്പൂതാരെ, എന്നും കുഴിമൂടി കിടക്കില്ല സത്യം. ജരയും നരയും കാർന്ന നിങ്ങളുടെ തലയിൽ ഇനിയും കാണും നീചയുദ്ധത്തിന്റെ തന്ത്രങ്ങൾ എന്നറിയാം. പക്ഷേ ഇനി ശിക്ഷയുടെ കാലമാണ്. കൊല്ലാതെ ഞാൻ കൊല്ലും നിങ്ങളെ. അച്ഛനെ രക്ഷിക്കാൻ കാളിയാർ മഠം കിരിക്കേണ്ട വഴി അതായിരുന്നു. പക്ഷേ മരണം എന്നോട് ദയ കാണിച്ചു. ആ മാഷേ, അടിയന്തരമായി കുറെ ബ്ലഡ് സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ O നെഗറ്റീവ് ഇല്ലെന്നാ പറയുന്നത്. നമ്മൾ തന്നെ ഡോണേഴ്സിന് റെഡിയാക്കണം. ഒരു ഗ്രാമം മുഴുവൻ ഈ ആശുപത്രിക്ക് പുറത്ത് നിൽപ്പുണ്ട് ഡോക്ടർ ശിവറാം. ലത്തീഫെ, നമ്മുടെ ആൾക്കാരെ മുഴുവൻ വിവരം അറിയിക്കണം. O നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ പറയണം. വിവരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സമയമില്ല, ഇപ്പൊ തന്നെ ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഡോക്ടർ ബഹളം തുടങ്ങി. ചേടാ, ഒരു വഴി കാണണമല്ലോ. രക്തം ദേവർമഠം നാരായണന് വേണ്ടിയാണോ? അതെ, O നെഗറ്റീവ് ഗ്രൂപ്പാ. ഭാഗ്യത്തിന് ഞാൻ ആ ഗ്രൂപ്പാണ്. മാത്രമല്ല, ഞാനൊരു രക്തദാനിയുമാണ്. ഈ ആശുപത്രി ഞാൻ സ്ഥിരം സന്ദർശിക്കാറുണ്ട്. രോഗിയായിട്ടല്ല, മേൽ പറഞ്ഞതുപോലെ രക്തം ദാനം ചെയ്യാനും രോഗികളെ കണ്ട് ആശ്വാസവാക്കുകൾ പറയാനും അവർക്ക് പഴങ്ങളും പൂക്കളും ഒക്കെ സമ്മാനിക്കാനും. അതൊക്കെ വിശദമായി പിന്നീട് പറയാം. ആദ്യം നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ചോളാം. എന്താ വിളിക്കേണ്ടത്? എന്നെ വിളിക്കാൻ 3 പേരുകൾ സ്വന്തമായുള്ള ആളാണ് ഞാൻ. ആലി എന്നും രാഘവൻ എന്നും വിളിക്കാം. ആലി രാഘവൻ എന്നും വിളിക്കാം. പേര് മാത്രമേ ഒന്നിൽ കൂടുതലുള്ളൂ. ചോര ഒന്നാ. അതിഥികളുണ്ട്. നാളെ മാലു ഇതെപ്പോ? മണ്ടന. അതുകൊണ്ടല്ലേ നല്ല തടി പോലെ ഞാൻ ബാക്കി കിടക്കുന്നത്. ഇവൾക്കെന്ത് പറ്റി? എന്റെ പത്മാ സുബ്രഹ്മണ്യമേ, ഇങ്ങ് വാ. എന്താടോ, പേടിച്ചു പോയോ? ചാവില്ല കുട്ടി. ഇനി സീനുകൾ അത്ര ബാക്കി കിടക്കണം.